ഇന്ന് വന്നിട്ട് ഞാനൊന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എസക്കുട്ടി ഇത് ഭയങ്കര ആലോചനയാണ്. എന്താണെന്നറിയില്ല, കുറച്ച് സമയത്ത് ഉറക്കപ്പിച്ചാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു വൈകുന്നേരം അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ നടന്നിട്ട് പോകാനായിട്ട് പറ്റില്ല. അടുത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് കേട്ടോ പോവുക. കാരണം അവിടുത്തെ ഫാർമസിയിൽ എൻ്റെ സ്വന്തം മാമി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സമയത്തിനനുസരിച്ചിട്ട് പോകാൻ വേണ്ടി ചോദിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം കുട്ടിയാണെങ്കിൽ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കുന്നില്ലേ. അമ്മക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വന്നത്. കാരണം എനിക്ക് എടുക്കാനായിട്ട് അങ്ങനെ കൂടുതൽ നേരം പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഐസക്കുട്ടിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ഫാൻസി ഐറ്റംസൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ അവിടെ കയറി. പിന്നെ അമ്മക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര എന്തൊക്കെയാണ് വലിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഫുൾ വലിക്കണം എന്നുള്ള ഒരു തരയാണ്. നമ്മുടെ കുട്ടികളാകുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ അവിടുന്ന് അതും വാങ്ങി ഞങ്ങൾ നേരിതാ വേറെ കുറച്ച് സാധനങ്ങളും കൂടി. അപ്പോഴത്തേക്ക് കുറച്ച് ഇരുടായിട്ടുണ്ട് കേട്ടോ. നേരെ വീട്ടിലോട്ടേക്ക് പോവാണ്. പിന്നെ ഓട്ടോയിൽ കയറിയാൽ ആൾ ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോളും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ.